ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ മത്തിക്കറി. വെറും മത്തിയല്ല, ക്യാൻഡ് മത്തി. ഓ കൊതിയാണ്. ഈ ക്യാൻഡ് മത്തി യൂസ് ചെയ്തിട്ട് ഈ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. സോ ഈസി. ഇത് ഓൾറെഡി കുക്ക്ഡ് മത്തിയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ പാസ്ത, ബ്രെഡ്, സാലഡ് അതിലൊക്കെ ഈ മത്തി ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാം, കഴിക്കാം. പിന്നെ ഇതിൽ ഫിഷ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോയ ഓയിലാണ്. ക്യാൻഡ് ഫിഷ് ആയ കാരണം ഇത് നമ്മൾ ലോങ് ടൈമിന് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് സോയ ഓയിലാണ് അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ക്ലീൻഡ് ഫിഷ് ആയ കാരണം നമുക്ക് പെട്ടെന്നൊരു ഫിഷ് റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷേ ഇത് ക്യാൻ ഓപ്പൺ ചെയ്യാൻ നമ്മൾക്ക് നല്ല ആരോഗ്യം വേണം. എൻ്റെ പൊന്നേ, ഞാൻ എന്തോരം സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇത് പിടിച്ച് വലിക്കണേന്ന് അറിയോ. രണ്ടെണ്ണം ഞാൻ പെട്ടെന്ന് തുറന്നു, പക്ഷേ ഒരെണ്ണം ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. ഇത് 125 ഗ്രാമിൻ്റെയാണ് ഈ ഓരോ ക്യാനും. ഇതിന് ഞാൻ വാങ്ങുമ്പോൾ 10 SEK ആയിരുന്നു ഓരോ ക്യാനും പ്രൈസ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഫിഷ് കറിയാണ്. കേരള സ്റ്റൈൽ മുളകിട്ട ഫിഷ് കറി. പിന്നെ ഓരോ ക്യാനിലും ഇപ്പോൾ വലിയ ഫിഷൊക്കെ ആണെങ്കിൽ ഒരു 3 ഉണ്ടാവുള്ളൂ. അതിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ ഒരു 4-5 ഉണ്ടാവും കേട്ടോ ഫിഷ്. പിന്നെ ഈ സോയ ഓയിലാണ് ഇത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവും. അതും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ദേ നമ്മുടെ ഫിഷ് കറിയിൽ ഞാൻ ലാസ്റ്റ് ഫിഷ് ആഡ് ചെയ്യാണ്. ഓൾമോസ്റ്റ് ഫിഷ് കറി സെറ്റായിനൊന്ന് തിളച്ചാൽ മതി. പിന്നെ ഇപ്പോൾ എല്ലാവരും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. അപ്പോൾ ഈ സോയ ഓയിൽ നമ്മൾ എല്ലാം ഇപ്പോൾ 3 ക്യാനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫിഷ് കറി ഉണ്ടാക്കണമെങ്കിൽ 3 ക്യാനിലും സോയ ഓയിൽ നമ്മുടെ ഫിഷ് കറിയിലേക്ക് ആഡ് ചെയ്യണമെന്നില്ല. ഒരെണ്ണത്തിൻ്റെയൊക്കെ ആഡ് ചെയ്താൽ മതി, എന്നാലും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ ദേ നമ്മുടെ ഫിഷ് കറിയൊക്കെ അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൂട്ടി ചോറുണ്ടാവും. ഇത് മുളകിട്ട ഫിഷ് കറിയാണ്. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഫിഷ് കറി ഉണ്ടാക്കില്ലേ, അതിനും നമുക്ക് ഈ ഫിഷ് യൂസ് ചെയ്യാം. എല്ലാം അടിപൊളിയാണ്.